excellent film. We have a good new director in town. ഈ ക്ലാസ് പുള്ളി സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വരും കാലത്ത് മലയാളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡയറക്ടർ ആയിരിക്കും ഇദ്ദേഹം. പിന്നെ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സോ പവർഫുൾ. രാഹുൽ രാജ് ഇസ് ബൈ ഫാർ ദ ബെസ്റ്റ് കമ്പോസർ വി ഹാവ് ഹിയർ എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ ദ കൺട്രി. അപ്പോൾ മ്യൂസിക്കും ഈ സിനിമയിൽ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്കോറും യൂസ് ചെയ്തിട്ടുള്ളൂ. ഇറ്റ്സ് എക്സലൻറ്റ് ഫിലിം, എക്സലൻറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് സട്ടിലിറ്റീസിനെ ഡീറ്റെയിൽ ചെയ്തൊരു പടമാണ്. നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓൾ ഗുഡ്. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ സിനിമയിൽ. ഇറ്റ്സ് എ ഡ്രാമ ഫിലിം. സോ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈച്ച് ക്യാരക്ടേഴ്സ് ഹാവിങ് എ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. അപ്പോൾ ജോയി ചേട്ടനായാലും എലൻ ഷെയർ ആണെങ്കിലും എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ മ്യൂസിക്, എക്സ്ട്രാordinary ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ വളരെ ടാലൻ്റ് ആയ ഒരു ഡയറക്ടറാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല സിനിമയാണ് മോനെ. ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സിനിമ. ഒരു എന്താ പറയുക, ഈ ജനറേഷൻ്റെ ഒരു ഫാമിലി മൂവി എന്ന് നമുക്ക് പറയാം. ബന്ധങ്ങൾ ഒക്കെ കാണിക്കുന്ന ഒരു പരാതി എല്ലാവർക്കും എപ്പോഴും ഉള്ളത്, പുതിയ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് മൂല്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു പരാതി നിലവിൽ നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിൽ. പുതിയ ജനറേഷനും ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ എല്ലാ ഫീലിങ്സും ഉണ്ട് എന്നൊക്കെ വരുന്നൊരു കഥയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറൊരു മൂടാണ് കാണുമ്പോൾ അറിയാൻ പറ്റും. എല്ലാവരും വന്ന് ഫാമിലി കുടുംബമൊക്കെ ഉണ്ടല്ലോ, പഴയ പ്രവാസികളായി പോയി അവർ തിരിച്ചു വന്നൊരു അവരുടെ വീട്ടിൽ അമ്മയുടെ കഥകൾ അങ്ങനെയൊക്കെ നല്ലൊരു സിനിമ. പഴയ എം ഡിയുടെ ഒരു പടം നമ്മൾ കാണുകയില്ലേ, പഴയ ആൾക്കൂട്ടത്തിൽ തന്നെ അത് കണ്ടവർക്ക് അറിയാം. ആ ഒരു മൂഡിലാണ് പടം പോകുന്നത് കേട്ടോ. ഫാമിലി മൂവിയാണ്. എല്ലാവരും എന്തായാലും അത് ആൾക്കാർ പറഞ്ഞാൽ സിനിമയ്ക്ക് കയറും. എനിക്കുണ്ട് അത്യാവശ്യമാണ് ഈ പടം കേട്ടോ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ ഒരു പ്ലോട്ടുണ്ട്. എന്നാൽ കണ്ടിരുന്ന കഴമ്പുള്ളൊരു സിനിമ കൂടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, ഭയങ്കര ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവം, കുറച്ചൊരു സ്ലോ, കുറച്ചൊരു നമ്മുടെ ഒരു പേസിൽ നടക്കുന്ന ഒരു സംഭവം. പിന്നെ ഞാനൊരു NRI ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എന്താ, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഞാനിത് ഇറ്റ്സ് നോട്ട് ഫോർ മാർക്കറ്റിംഗ് ഓർ എനിത്തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ലൈഫുള്ളതായിട്ട് തോന്നി. ഐ ആം സോ ഹാപ്പി. അതെ 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 അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഈ കഴിഞ്ഞൊരു 8 വർഷം എന്ന് പറയുമ്പം സിനിമയുടെ പുറകെ ഇങ്ങനെ ഓടുന്ന സമയത്തൊക്കെ ജോജു ചേട്ടനൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷൻ. ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ടാണല്ലോ പുള്ളി, ജോസഫ് അങ്ങനെയൊക്കെ. അപ്പം ജോസഫ് കണ്ട സമയത്ത് ഞാൻ ജോജു ചേട്ടനെ വിളിക്കുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ജോജു ചേട്ടനോട് അഭിനയിക്കാൻ പറ്റുന്നു. എല്ലാവരും, സുരാജേട്ടൻ, ഷലീമ, എന്താ പറയുക, ഹാപ്പി, വെരി ഹാപ്പി. അത്രയൊക്കെ ഉള്ളൂ. സീനിൽ ജോജുവിൻ്റെ ഒരു നല്ലൊരു കിടിലൻ ഡയലോഗുണ്ട്. അവിടെ മ്യൂസിക്കേ ഇല്ല എന്നുള്ളത് അറ്റ്സ് എ ചോയ്സ്. അത് ഡയറക്ടറും കൂടെ ഓക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ തോമസിൻ്റെ ഒരു ഹ്യൂജ് കമ്പാക്ക് ആയിരിക്കും അല്ലേ ഇത് കമ്മിങ് ബാക്ക് ടു ദ മെയിൻ സ്ട്രീം അല്ലേ. സോ ആൻഡ് ഈവൻ ഒരു വലിയൊരു കാര്യം പറഞ്ഞ ഇതിലൊരു പാട്ടിൽ ഗിറ്റാർ പ്ലേ ചെയ്തിട്ട് ഒരു ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിനുവേണ്ടി ഹി ടുക്ക് എ ഗ്രേറ്റ് എഫേർട്ട് ടു ലേൺ ദ കോഡ്സ്. അതെ, നമ്മുടെ ഗിറ്റാർ പ്ലെയർ സന്ദീപ് പ്രത്യേക ട്രെയിനിങ് സെഷനൊക്കെ കൊടുത്ത് അതിനുവേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട്, ദിവസങ്ങളോട് എടുത്ത എഫേർട്ടുണ്ട്. അതാണ് ആ സ്ക്രീനിൽ കണ്ടത്. എന്നാലും എനിവേസ് നല്ലൊരു സന്തോഷം ഇങ്ങനെ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റും. എന്തായാലും അടിപൊളിയായിട്ടോ. പ്രൊഫഷർ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടോ. താങ്ക്സ്.